പകർപ്പുണ്ടായിരിക്കണം. ഇത് നമ്മൾ രാജാക്കന്മാരുടെ പുസ്തകത്തിലും ദിനവൃത്താന്ത പുസ്തകത്തിലൊക്കെ കാണുന്നുണ്ട്. ഓരോ എല്ലാ രാജാക്കന്മാരും ഇല്ല, ചില രാജാക്കന്മാരുടെ ആ കിരീടധാരണ ചടങ്ങിൽ ലേവ്യരായ പുരോഹിതർ വന്ന് ന്യായപ്രമാണം അവൻ്റെ കൈവശം കൊടുത്തു എന്നൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ അതിങ്ങനെ പകർപ്പെടുത്ത സാധനം കൊടുക്കുന്നതാണ്. അപ്പോൾ ദൈവം ഏത് വിധത്തിലാണ് ഇതിനെ സംരക്ഷിച്ചതെന്ന് നോക്കുക. ആദ്യം മോശയോട് എഴുതാൻ പറയുന്നു. മോശ എഴുതിയ സാധനം അതിവിശുദ്ധ സ്ഥലത്ത് സൂക്ഷിക്കുന്നു. അപ്പോൾ തന്നെ പൊതുജനങ്ങൾക്ക് വേണ്ടി ഒരു കോപ്പി, പൊതുജനങ്ങൾക്ക് വേണ്ടിയുള്ള കോപ്പി ആർക്ക് വേണമെങ്കിൽ അത് വായിക്കാം, പകർപ്പെടുക്കാം, എന്തും ചെയ്യാം. പകർപ്പെടുക്കുന്ന സമയത്ത് വല്ല മിസ്റ്റേക്ക് വന്നാൽ ഒറിജിനൽ കോപ്പിയുമായിട്ട് തട്ടിച്ച് നോക്കാൻ, അത് ഒരുമിച്ച് ചേർത്ത് വെച്ച് വായിക്കാനുള്ള ഒരു അവസരം ദൈവം കൊടുക്കുന്നു. മാത്രമല്ല രാജകൊട്ടാരത്തിലും ഇതിൻ്റെ ഒരു കോപ്പി വയ്ക്കാൻ പറയുന്നു. അപ്പോൾ ഈ രീതിയിലാണ് ദൈവം അതിനെ ആരംഭം മുതലേ സംരക്ഷിക്കുന്നത്, ബൈബിളിനെ സംരക്ഷിക്കുന്നത്. അപ്പോൾ ഈ വിധത്തിൽ സംരക്ഷിക്കപ്പെട്ടിട്ടുള്ള ഒരു പുസ്തകം ലോകത്ത് വേറെയില്ല. ബൈബിൾ അല്ലാതെ